എൻ്റെ പേര് ഷേർലി എന്ന്, കൊല്ലത്ത് നിന്ന് വരുന്നു. ഞാൻ 6/6/23 ഉടമ്പടി എടുത്തത്. ഇവിടെ അമ്മ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും മുമ്പിൽ നിന്ന് സാക്ഷ്യം പറയാനുള്ള കൃപ ലഭിച്ചതിൽ കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. ഞാൻ എൻ്റെ മകളെക്കുറിച്ചുള്ള രോഗസൗഖ്യത്തെക്കുറിച്ച് പറയാനാണ്. എൻ്റെ മകൾ ഒരു ഭിന്നശേഷിയുള്ള കുട്ടിയാണ്. അവൾക്ക് 10 വർഷത്തോളമായി ചെവിക്ക് ഇൻഫെക്ഷൻ തുടങ്ങിയിട്ട്. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലിലും, ആയുർവേദ ഹോസ്പിറ്റലിലും ഹോമിയോ എല്ലാ ഹോസ്പിറ്റലിലും കാണിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് എങ്ങൊന്നും ഒരു സുഖവും ലഭിച്ചില്ല. അവസാനമായി മറ്റുള്ള ഹോസ്പിറ്റലിൽ, അലോപ്പതി ഹോസ്പിറ്റലുകളിലൊക്കെ ഞങ്ങൾ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഓപ്പറേഷൻ ചെയ്യാതെ ഈ രോഗം സൗഖ്യമാകുകയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ അവൾക്ക് അപ്പോഴേ ചെവിക്കും കൂടെ ചെറിയതായിട്ട് കേൾവിയുടെ കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ മറ്റുള്ള വേറെ ഡോക്ടേഴ്സിനെ കാണിച്ചു. എല്ലാവരും അതേ അഭിപ്രായം തന്നെയാണ് പറഞ്ഞിരുന്നത്. അതിനുശേഷം അവർ പറഞ്ഞിരിക്കുന്നത്, അവൾ കുളിക്കുന്ന സമയത്ത് ചെവിയിൽ കോട്ടൺ എണ്ണയിൽ മുക്കിയതിന് ശേഷം ചെവിയിൽ വെക്കണമെന്നും, ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴും ചെവിയിൽ കോട്ടൺ വെച്ച് യാത്ര ചെയ്യാവുള്ളൂ, കൂടുതൽ തണുപ്പൊന്നും കൊള്ളരുതെന്നൊക്കെ ഒരുപാട് നിർദ്ദേശങ്ങൾ ഡോക്ടേഴ്സ് തന്നിരുന്നു. അങ്ങനെ പിന്നെ ഏത് സമയത്തും ഞങ്ങൾ ചെവിയിൽ ഇയർ ഡ്രോപ്സ് ഒഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇയർ ഡ്രോപ്സ് ഒഴിച്ചാലും ഇങ്ങനെ കുറേ ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്ക് വളരെ കൂടുതലാകും. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡ്രസ്സ് ചെയ്യിച്ചിട്ട് പിന്നെ മരുന്നൊഴിക്കുമ്പോൾ ചെറുതായിട്ട് സൗഖ്യം കിട്ടുമായിരുന്നു. പിന്നീട് ഇത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം തൈലവും ഉടമ്പടി വസ്ത്രങ്ങളും നേർച്ചകളും എല്ലാം പുരട്ടിയതിൻ്റെ ഫലമായി അവൾക്ക് സൗഖ്യം ലഭിച്ചു, പൂർണ്ണമായി സൗഖ്യം ലഭിച്ച 1 വർഷത്തോളമായി. ഇപ്പോൾ യാതൊരു കുഴപ്പവും അവൾക്കില്ല. പിന്നെ ഞങ്ങൾ ഡോക്ടേഴ്സിനെ കാണിച്ചു. അപ്പോൾ ഡോക്ടറും പറഞ്ഞു, ഒരു കുഴപ്പവുമില്ല, ഇപ്പോൾ നല്ലതുപോലെ ഇരിക്കുന്നു, ചെവിക്ക് യാതൊരു പ്രശ്നവുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നീട് അവിടെ കാൽപാദത്തിൻ്റെ അടിയിലെ ആ സ്കിന്ന് ഇപ്പോൾ തോടുപോലെ ഇളകുന്ന അസുഖമുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ ഡോക്ടറെ കാണിച്ചു. അവൾ സ്കിൻ ഡോക്ടർ പറഞ്ഞു, അത് പിന്നെ ഈ ഹോർമോണിൻ്റെ ചേഞ്ചാണ്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഇതെപ്പോഴും ഉണ്ടാകുന്ന രോഗമാണ്, അതൊരിക്കലും തീരുകയില്ല. അങ്ങനെ അസുഖം വരുന്ന സമയത്ത് ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് കാലിൽ പിടിച്ചാൽ മതി. അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം തേക്കുകയും പിന്നെ പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തതിൻ്റെ ഫലമായി അവൾക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല. ഇപ്പോൾ കാലിനങ്ങ് ഒരു അസുഖം ഇപ്പോഴൊന്നുമില്ല, എല്ലാം നല്ലതുപോലെ പൂർണ്ണമായി സൗഖ്യം ലഭിച്ചു. പിന്നീട് എനിക്ക് കാൽപ്പത്തിയുടെ മുകൾ ഭാഗത്ത് എപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചൊറിഞ്ഞും, അല്ലാതെ ഏത് സമയത്തും ഇൻഫെക്ഷനായിരുന്നു. അങ്ങനെ സ്ഥിരമായി ഞാൻ ജെല്ലുകൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ഹോസ്പിറ്റൽ സ്റ്റാഫ് ആയതുകൊണ്ട് ഞാൻ ജെല്ലുകൾ മാറി ഓരോ ജെല്ലുകളും ഉപയോഗിക്കുന്ന ആ സമയത്ത് മാത്രം എനിക്ക് സൗഖ്യം ലഭിക്കുകയും വീണ്ടും അത് കൂടുതലായി വരികയും സ്ഥിരം വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഡോക്ടർ പറഞ്ഞു ബയോപ്സി ചെയ്യണമെന്ന്. അങ്ങനെ ബയോപ്സി ചെയ്തു. എന്നിട്ടും യാതൊരു കുഴപ്പമില്ല. പക്ഷേ ഇതെനിക്ക് എപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാക്കേണ്ടിയിരുന്നു. അങ്ങനെ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി തൈലം പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി പൂർണ്ണമായി സൗഖ്യം കിട്ടി. ഇപ്പോൾ ആ കാലിൽ ഒരു അടയാളം പോലും ഇല്ല, അങ്ങനെ വന്നതായിട്ട് പോലും അറിയയില്ല. ഇത്രയും രോഗസൗഖ്യങ്ങൾ തന്ന അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ എല്ലാ മാസത്തിലും ഇവിടെ വന്ന് പത്രം വാങ്ങിക്കൊണ്ട് പോവുകയും പോകുന്ന വഴിക്കും കടകളിലും പള്ളികളിലും വഴിയിൽ എല്ലാവർക്കും ഞാൻ ആരെ കണ്ടാലും അവർക്കൊക്കെ ഞാൻ കൊടുക്കും. എല്ലാ മാസത്തിലും ഇവിടെ വന്ന് പത്രം വാങ്ങിച്ചും കൊണ്ടുപോകും. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത്, ഞാൻ അനാഥാലയങ്ങളിൽ പോയി അവർക്ക് സാമ്പത്തികമായി സഹായങ്ങൾ നൽകുകയും പിന്നീട് ഹോസ്പിറ്റലിൽ എടുത്തൊക്കെ പത്രങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് ബ്ലഡ് ടെസ്റ്റ്, സ്കാൻ ചെയ്യാൻ ഇവയ്ക്കൊന്നും പൈസ ഇല്ല എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നവർക്ക് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് അവരെ ചെറുതായി സഹായിക്കുകയും ചെയ്യും. പിന്നെ കൃപാസനത്തിൽ വരുവാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ 1-2 പേർക്ക് ഞാൻ വണ്ടിക്കൂലികൾ കൊടുത്ത് സഹായിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നീട് പൊതി വാങ്ങിച്ച് ഹോട്ടലിൽ നിന്നും പൊതി വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ആഹാരമില്ലാത്തവർക്ക്. ഈ 3 സാക്ഷ്യങ്ങളും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ലഭിച്ച സൗഖ്യങ്ങളാണ്. ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ വിശ്വാസം പ്രമാണം ചൊല്ലിയാണ് ഉപയോഗിക്കുന്നത്. യേശു കർത്താവാണ് എന്നുള്ളതാണ് അവിടെ നമ്മൾ പ്രഖ്യാപിക്കുന്നത്. മരുന്നുകൾ ഉപയോഗിച്ചിട്ടും ഫലമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വിഷമിക്കുമ്പോഴും ഈ മരുന്നല്ല, യേശുവിന് ഇത് സുഖപ്പെടുത്താൻ കഴിയും എന്ന് നമ്മൾ വിശ്വസിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തുകൊണ്ടാണ് ഈ നേർച്ച വസ്തുക്കൾ പ്രയോഗിക്കുന്നത്. റോമ 10:9 യേശു കർത്താവാണ് എന്ന് അധരങ്ങൾ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും ചെയ്തു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അങ്ങനെ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിച്ച് ഉടമ്പടി വസ്തുക്കൾ
ഉപയോഗിച്ച് ലഭിച്ച സാക്ഷ്യങ്ങളാണ് ഈ 3 പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.